എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നിങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പതനം, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അഭിതം മൂലം ഉണ്ടായ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ആ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതാണ് നമ്മുടെ അന്നത്തെ വിഷയം. ഈ സൂപ്പർ സ്റ്റാർ എവിടുത്തെ ആളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ അല്ല, ബാംഗ്ലൂർ ബേസ് ചെയ്ത കർണാടകയിലാണ് ഈ നടൻ്റെ ഈറ്റില്ലം എന്ന് പറയാം. അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ സിബിയാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ സ്റ്റോറി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾക്ക് എന്താണ് ഉണ്ടായത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ രേണുകസ്വാമി എന്ന് പറഞ്ഞൊരു വ്യക്തി, രേണുകസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുന്നു, ബാംഗ്ലൂർ ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ കാലത്ത് ജോലിക്ക് വരും, രാത്രി വീട്ടിൽ പോകും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്, നടന്മാരും നടികളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ രേണുകസ്വാമി വീട്ടിലെത്തിയില്ല, സമയം കഴിഞ്ഞിട്ട് എത്തിയില്ല. രാത്രിയായിട്ട് ഫോണിൽ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. ആളെവിടെയൊക്കെ അന്വേഷിച്ചു, എവിടെ പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു, ഭാര്യമാരും സുഹൃത്തുക്കളും എല്ലാവരും അന്വേഷിച്ചു, ഒരുത്തരും ആളെ കാണാനില്ല. അങ്ങനെ അവർ രാത്രി 11 മണിക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം. ഇന്ന ആൾ ഇത്തവരെ ഒരു സ്ഥലത്തേക്ക് പോകാത്ത ആളാണ്, സിനിമയ്ക്ക് പോലും പോകാത്ത ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പരാതി കൊടുത്തത്. രാത്രി തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ മാം മിസ്സിങ്ങിനുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് നേരം വെളുത്തിട്ട് ബാംഗ്ലൂർ ഏരിയയിൽ ഇയാളുടെ ഫാർമസിയുടെ കുറച്ച് നീങ്ങിയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ഫുഡ് ഡെലിവറി ബോയ് കാണണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ചാക്ക് കെട്ട് കുറേ പട്ടികൾ തമ്മിൽ കടിച്ച് പിടിച്ച് വലിക്കില്ല. അപ്പോൾ അത് എന്താണെന്ന് നോക്കാനായിട്ട് അടുത്ത് ചെന്നപ്പോൾ എന്തോ വല്ല കോഴി വേസ്റ്റൊക്കെയാണെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ചെന്ന് നോക്കണത്. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണം ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന്. ഈ ഡെലിവറി ബോയ് ആകെ പേടിച്ചു. അടുത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞു കാനയിൽ ഇങ്ങനെ കിടക്കണം. അപ്പോഴേക്കും അവർ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പോലീസ് വന്നു, പരിശോധന തുടങ്ങി. അപ്പോൾ മാൻ മിസ്സിങ്ങിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതായിട്ട് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ കറക്റ്റ് രേണുകസ്വാമിനെ ചാക്കിൽ കെട്ടി വീട്ടുകാർ വന്നു. ഭാര്യ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. രേണുകസ്വാമിനാണ് ഈ ചാക്കിൽ കെട്ടി ഇട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണം നടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാക്ക് കെട്ട് എങ്ങനെ ഇവിടെ വന്നു, അതാണ് അന്വേഷണം. ഈ ചാക്ക് കെട്ടാകുമ്പോൾ ചുറ്റും CCTV ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു CCTVയിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു. ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചാക്കെടുത്ത് കാനയിലേക്ക് ഇട്ടിട്ട് ആ കാറ് പോകുന്നു. അപ്പോൾ എന്തുണ്ടായി, ആ കാറിനെ ചുറ്റിപ്പറ്റിയായി അന്വേഷണം. കാറിനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആ കാറ് ബാംഗ്ലൂരിലെ ഒരു ഗുണ്ടയുടെ കാറാണത്. അപ്പോൾ ആ ഗുണ്ടയുടെ കാറിലാണ് ഇത് കൊണ്ടുവന്ന് ഇട്ട് പോകുന്നത്. അപ്പോൾ ഗുണ്ടയുടെ കാറ് അന്വേഷിച്ച് ഗുണ്ടയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഗുണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ് ഈ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ഒരാൾ വന്ന് കട്ടുകൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഈ കാർ അന്വേഷിച്ച് ഗുണ്ടയുടെ അടുത്ത് വന്നപ്പോൾ ഗുണ്ട പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാറ് മോഷണം പോയി നോക്കണം, ഈ മോഷ്ടിച്ചത് ആരാണ് അവരായിരിക്കും ഈ രേണുകസ്വാമിനെ കൊന്ന് ചാക്കിൽ കെട്ടി കൊണ്ട് കാനയിലിട്ടിരിക്കുന്നത്, എനിക്കതായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഈ ഗുണ്ട പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഗുണ്ട പറഞ്ഞപ്പോൾ ഗുണ്ടയുടെ ഭാഗത്തും സത്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പോലീസ് വീണ്ടും അന്വേഷണങ്ങൾ തുടങ്ങി. പക്ഷേ ഇരുട്ടിൽ തപ്പിയാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഗുണ്ട അറിയാണ്ട് ഗുണ്ടയുടെ നമ്പർ എടുത്തിട്ട് ആ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് ഗുണ്ട ആർക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്താണ് ഗുണ്ടയുടെ ഫോൺ ലിസ്റ്റ് എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഗുണ്ട ഈ ദർശൻ എന്ന് പറഞ്ഞുള്ളൊരു നടനുണ്ട്. ദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേരുള്ള നടനാണ്. കർണാടകത്തിലെ ഒരുപാട് നല്ല സിനിമകൾ 100 ദിവസം 150 ദിവസം 200 ദിവസം കളിച്ച പടങ്ങളിലെ നായകനാണ് ഇദ്ദേഹം. അപ്പോൾ ദർശനായിട്ട് ഈ ഗുണ്ട പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ദർശനിലേക്ക് പോയപ്പോൾ നമുക്കിനി ദർശൻ്റെ ഒരു വിഷയത്തിലേക്ക് കിടക്കാം. ദർശൻ എന്ന് പറഞ്ഞാൽ ഒരു 21 വയസ്സുള്ള പ്രായത്തിൽ
ദർശൻ സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് മോഹങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ്. എല്ലായിടത്തും പോയി ചാൻസ് ചോദിക്കും. അതുപോലെ തന്നെ മൂപ്പര് ആക്ടിങ്ങിൽ, നാടകത്തിൽ, മിമിക്രിയിൽ ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റികളും ചെയ്യും സിനിമയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൂപ്പർക്ക് ഒരു മുറപ്പെണ്ണുണ്ട്. നല്ല സുന്ദരിയായ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടീനെ ഇദ്ദേഹത്തിന് ദർശന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടം വെച്ചിട്ട് ഒരുപാട് പ്രേമമായി. ഇവരങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്താണ് ദർശന് ഒരു സിനിമ കിട്ടുന്നത്. ആ സിനിമയിലെ നായകനാണ് മൂപ്പര്. ആ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരും മറ്റുള്ളിടത്തൊക്കെ ഗംഭീരമായിട്ട് ആ പടം ഹിറ്റാവണ്. അതോട് കൂടിയിട്ട് മൂപ്പര് ഫേമസ് ആയപ്പോൾ മൂപ്പര് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ മാമൻ്റെ മോളായാലും അവരോട് ഈ കുട്ടിയെ ഞങ്ങൾ സ്നേഹത്തിലാണ്, ഞങ്ങൾക്ക് കല്യാണം കഴിച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായി, ഈ മുറപ്പെണ്ണെന്ന് പറഞ്ഞ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി എന്നാണ് ആ മുറപ്പെണ്ണെന്ന് പറഞ്ഞ കുട്ടി. വിജയലക്ഷ്മി എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി അച്ഛൻ പറഞ്ഞു, ഒരു കാരണവശാലും ദർശ നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരില്ല. കാരണം നീ ഒരു നടനാണ്. ഒരിക്കലും ഒരു നടനെ ഞാൻ വിശ്വസിക്കില്ല, പ്രത്യേകിച്ച് നിന്റെ സ്വഭാവം എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ സ്നേഹം മറന്നോ, വീട്ടുകാരായിട്ട് കല്യാണം കഴിച്ചു തരാൻ തയ്യാറല്ല എന്ന് ദർശനോട് വിജയലക്ഷ്മിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു. അത് പറഞ്ഞോട് കൂടിയിട്ട് ഇവർ രണ്ടുപേർക്കും പിന്നെ ഇവരെ സ്വന്തം വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ട് വീട്ടുകാരെ എതിർത്ത് ഇവർ കല്യാണം കഴിച്ച് ഇവർ ബാംഗ്ലൂർ താമസാക്കി, വേറെ വീട് വാങ്ങിച്ച് അവിടെ താമസാക്കി. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇവളും വളരെ ഹാപ്പി, ഇവനും ദർശനും വളരെ ഹാപ്പി. ഇവർ ആദ്യത്തെ ജീവിതമൊക്കെ വളരെ സുഗമമായിട്ട് പോയി. അങ്ങനെ ദർശനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചാൻസുകളും വന്നു, പണം വന്നു, കുറേ സ്ത്രീകളായിട്ടുള്ള ബന്ധങ്ങളും തുടങ്ങിയ അദ്ദേഹം. പക്ഷെ അതിൽ മൂപ്പരൊക്കെ ഒരു വലിയൊരു നായികയുണ്ട്, പവിത്ര എന്ന് പറഞ്ഞിട്ടൊരു നടി. ആ നടി നല്ല ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ് അവിടുത്തെ ബാംഗ്ലൂരിലെ, അവിടെ കർണാടക സ്റ്റേറ്റിലൊക്കെ. അപ്പോൾ ആ നടിയായിട്ട് മൂപ്പർക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റായി. ശരിക്കും പറഞ്ഞാൽ പ്രേമമായി ഇവർ തമ്മിൽ. ഈ പ്രേമമായിട്ട് വെച്ചാൽ പിന്നെ ഈ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഈ വല്ലപ്പോഴും ആഴ്ചയിൽ 2 ദിവസം 1 ദിവസമൊക്കെ വന്ന് എത്തിച്ച് നോക്കി പോലും മാത്രമായി ഇവൻ സ്ഥിരമായിട്ട് ഈ പവിത്രയുടെ കൂടിന്, പവിത്രേനെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഈ ബന്ധം വിജയലക്ഷ്മി അറിയണം. വിജയലക്ഷ്മിയായിട്ട് ഇവനായിട്ട് ഒരുപാട് വഴക്കുണ്ടാവും. അപ്പോൾ ഈ ദർശൻ ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ദർശൻ പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമില്ല, എനിക്ക് ഡൈവോഴ്സ് തരണം, ഞാൻ പവിത്രനെ കല്യാണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് നടക്കില്ല, നിങ്ങളുടെ മകനുണ്ട്, അതിൽ നിങ്ങൾക്ക് കുട്ടികളില്ലല്ലോ, നിങ്ങളുടെ മകനുണ്ട്, ഈ മകൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഡൈവോഴ്സ് തരാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, നീ എനിക്ക് ഡൈവോഴ്സ് തന്നില്ലെങ്കിൽ ഞാൻ പോയി അവളുടെ കൂടെ താമസിക്കാൻ പോകണം, എനിക്ക് നീയായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾക്ക് 10 പൈസ തരുമില്ല, നിങ്ങളുടെ ഒരു കാര്യം ഞാൻ അന്വേഷിക്കില്ല, നീ കേസ് കൊടുക്കാൻ വെച്ചാൽ കേസ് കൊടുത്തോ എന്ന് നിഷ്കരണം പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇവരെ ഈ ബന്ധങ്ങളും ഈ സിനിമാ മേഖലയിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഭയങ്കര ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കമൻ്റ് ഇടും. ദർശനാമൻ ആരും ഒരു മീഡിയയും സപ്പോർട്ടില്ല, എല്ലാ യൂട്യൂബേഴ്സും എല്ലാം ദർശനെതിരാണ്. അപ്പോൾ അത് അവരുടെ സിനിമേനെയും ബാധിച്ചു തുടങ്ങി അങ്ങനെ വരുന്നതോട് കൂടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഈ പവിത്രയായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ട് പവിത്ര അഭിനയിക്കാനും മൂപ്പര അഭിനയിക്കാനും അങ്ങനെ ഒരു 5 കൊല്ലമായപ്പോൾ എന്തുണ്ടായിട്ട് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ ഫോട്ടോസുകളും ഓരോ കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പവിത്ര ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും നമ്മുടെ ദർശനും കൂടി ജീവിച്ചു തുടങ്ങിയിട്ട് വിജയകരമായ 5 കൊല്ലമായി, ഞങ്ങൾ അത്ര സന്തോഷത്തിൽ അത്ര ഹാപ്പിയിൽ ഞങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ടപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിക്ക് ഞങ്ങളത് ഇഷ്ടപ്പെട്ടില്ല. വിജയലക്ഷ്മി അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണ്, വല്ലവൻ്റെ ഭർത്താവിനെ പിടിച്ചു വെച്ചിട്ട് 5 കൊല്ലം 10 കൊല്ലം നീ ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയണത് നിനക്കൊക്കെ നാണുണ്ടറി, നീയൊക്കെ തേപിടിച്ചിക്ക് തുള്ളിയല്ലേ, നീയൊക്കെ തേപിടിച്ചല്ലേ, നീ ഒരു കല്യാണം കഴിക്കാണ്ട് ഒരു പുരുഷൻ്റെ കൂടെ ജീവിച്ചിട്ട് 5 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് പൊക്കി ഒരു പോസ്റ്റ് വിടുക. അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ, നെഗറ്റീവ് പറയാൻ കുറേ ആൾക്കാർ. നിനക്ക് നാണുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവരങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ് നടക്കണം. ആ ഫൈറ്റ് നടന്നപ്പോൾ അതിൽ ഒരു വ്യക്തി, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രേണുകാസ്വാമി ഇതിൽ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാന്ന് പറഞ്ഞല്ലോ, ഈ രേണുകാസ്വാമിക്ക് ഈ പവിത്രേനും ഈ നമ്മുടെ ദർശനും കണ്ണ് ദൃഷ്ടിയോടെ കണ്ടുകൂടാ. ഇവരെന്ത് പോസ്റ്റ് വന്നോ
ആ പോസ്റ്റിലൊക്കെ മൂപ്പര് മഹാ ചീത്ത പറയും. നീയൊക്കെ ഒരു ആണാണോടാ, നീയൊക്കെ ഒരു പെണ്ണാണോടി, നീ എത്ര ആളുടെ അടുത്ത് കിടന്നു വളർന്നിട്ടാണ് നീ ഇപ്പോൾ ഇവനെ പിടിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭാര്യയും കുട്ടികളല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തിട്ട് പോസ്റ്റ് ഇടും. അപ്പോൾ ഈ പോസ്റ്റുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടപ്പോൾ പവിത്രയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനായി. പവിത്ര പറഞ്ഞു, ഒരു മനുഷ്യൻ എന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്താനില്ല, അതേപോലെ ഇയാൾ നാണം കെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാളെ ചാനലിലും നമ്മളെക്കുറിച്ച് രണ്ടുപേരെ കുറിച്ചിട്ടും വളരെ, അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലും ഇദ്ദേഹം നമ്മളെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ഒന്ന് പേടിപ്പിച്ച് നിർത്തുകയില്ലെങ്കിൽ നമ്മുടെ എനിക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ കരിയറിനെ വരെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എവിടെയായാലും ഇദ്ദേഹത്തിൻ്റെ ഓരോ പോസ്റ്റുകളും നമ്മളെ വൃത്തികെട്ട രീതിയിൽ പറയണതോ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. അത് ദർശനും മനസ്സിലായി. അപ്പോൾ ദർശൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുണ്ടനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി അയാളുടെ IP നമ്പർ ക്രാക്ക് ചെയ്തിട്ട് അയാളെ ഫോണെടുത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഒരു 4 പെട കൊടുത്തിട്ട് ഇനി മേലാൽ നമ്മളെക്കുറിച്ച്, പവിത്രനെ കുറിച്ച്, എന്നെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടില്ല എന്നുള്ളത് അദ്ദേഹത്തിനെ അടിച്ച് നിങ്ങൾ സമ്മതിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഗുണ്ട എന്തുണ്ടായി, IP നമ്പർ ക്രാക്ക് ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് കാണണം, എനിക്കൊരു അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഈ ഗുണ്ട പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ 5 മണിക്ക് ഇപ്പോൾ ഇവിടെ ഫാർമസിയിൽ നിന്ന് ഇറങ്ങും, അപ്പോൾ നിങ്ങൾ വന്നാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മണിക്ക് ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തിന് ഒരു ലാൻഡ് ബിസിനസ്, അദ്ദേഹത്തിന് കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്. അപ്പോൾ ഒരു ലാൻഡ് വേണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ച് കൊണ്ടുപോയിട്ട് വലിയൊരു ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് പറയണം, നീ എന്തൊക്കെ ചെയ്തത്, നീ ഇങ്ങനെയുള്ള പവിത്ര ദർശൻ എന്ന് പറഞ്ഞ ആൾക്ക് നിനക്ക് എന്ത് ദ്രോഹം ചെയ്തത്, നീ എന്തിനാണ് ഇത്ര മോശമായി ചെയ്തത്, നീ വിജയലക്ഷ്മിയുടെ ഭാഗത്ത് കൂടിയിട്ട് ഈ ദർശനെയും അതുപോലെ തന്നെ പവിത്രനെയും ഒരുപാട് അപമാനിച്ചു. ഇനി മേലാലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റോ അല്ലെങ്കിൽ ഇവരെ കുറിച്ച് മോശമായിട്ട് ഒരു വീഡിയോ പോലും നീ ഇടാൻ പാടില്ല, നിൻ്റെ യൂട്യൂബ് പോലും നീ അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞു. അതൊന്നും നടക്കില്ല, അവർക്കെതിരെ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളിപ്പോൾ എന്നെ ഈ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുവരെ ഞാൻ കണ്ടൻറ്റാക്കി ഞാൻ ഇടുന്നു പറഞ്ഞു. അപ്പോൾ ഇവരടിച്ചു പെട്ടച്ചങ്ങോട്ട് വലിയ വടി കൊണ്ടും ഈ ഇരുമ്പ് പൊടി കൊണ്ടും ഒക്കെ തലയ്ക്കും മലയ്ക്കും ഒക്കെ അടിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ അടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ദർശൻ ഈ ഗുണ്ടേനെ വാട്സപ്പിൽ വിളിച്ച് പറഞ്ഞു, അവന് ഓരോ അടി കിട്ടണതും പവിത്രയ്ക്ക് കാണണം, അതുകൊണ്ട് ആ വീഡിയോ കാണിച്ചിട്ട് പവിത്ര കാണണം, എനിക്കും കാണണം. അവൻ അടി കിട്ടിയിട്ട് അവൻ നിലവിളിക്കുന്നത്, അവൻ അലറി കരയണത് എനിക്ക് ഇവിടെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനെ അടിക്കുന്നത് മുഴുവൻ അവർ രണ്ടുപേരും വീഡിയോ കോളിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ലൈവായി കണ്ടുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, മതി ഇനി അവന് വിട്ടാള് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വാട്സപ്പ് ഫോൺ കട്ടാക്കി. നോക്കിയപ്പോൾ ഗുണ്ട നോക്കിയപ്പോൾ ദർശനാമൻ മരിച്ചു. എന്ന് വെച്ചാൽ തലയ്ക്ക് അടി കിട്ടിയത് ബ്ലഡ് കോട്ടായി, ആൾ മരിച്ചു. അപ്പോൾ ദർശനം വിളിച്ച് പറഞ്ഞു, ആൾ മരിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, പുല്ല് വിലയായിട്ട് നിങ്ങളേതെങ്കിലും ചാക്കിൽ കെട്ടി എവിടെയെങ്കിലും കൊണ്ട് തട്ട്. അയ്യോ, അപ്പോൾ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക, ഈ ഒരു കേസ് നീ ഏറ്റെടുത്തോ, നിനക്ക് ഞാൻ 25 ലക്ഷം രൂപ തരും, നീ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും എനിക്കറിയണ്ട, ഒരു കാരണവശാലും ഒരു തെളിവും എൻ്റെ ഭാഗത്തേക്ക് വരരുത്, ഞങ്ങളാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറയരുത്. നിനക്ക് റിയൽ എസ്റ്റേറ്റ് അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു, അതിനെതിരെ നീ തട്ടി, അത്രമാത്രം നീ പറയാൻ പാടുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു കാര്യം നീ ഞങ്ങളെ പറ്റി പറയരുത്. ഞങ്ങളുടെ ഈ പ്രസൻസ് നീ ഒരിക്കലും പറയരുത്. നിനക്ക് 25 ലക്ഷം അല്ല 50 ലക്ഷം ആയാലും ഞങ്ങൾ തരണ്ട്. നിന്നെ ജാമ്യത്തിലും മറ്റുള്ള കാര്യങ്ങളും നീ അകത്ത് പോയാലും നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഹാപ്പിയായി. അതാണ് അയാൾ ഈ കാറിൽ കൊണ്ടുവന്ന് കാറ് കളവ് പോയെന്ന് പറഞ്ഞ് പെറ്റീഷൻ FIR ഉണ്ടാക്കിയതും പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കബളിപ്പിച്ചതും, അത് കഴിഞ്ഞ് ഈ കാറിൽ ഇദ്ദേഹം തന്നെ വേറെ ആളെ വെച്ചിട്ട് അവിടെ കൊണ്ടുവരുന്നതും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ തെളിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള ഫോൺ കോളും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കാറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഇതെല്ലാം പോലീസ് നിരത്തി പിടിച്ചോട് കൂടിയിട്ട് ദർശൻ രാമന് ഇതിൽ നിന്ന് ഊരി പോരാൻ പറ്റാണ്ടായി. അങ്ങനെ ദർശൻ രാമനും ഈ പവിത്രയും ഈ കേസിലെ പ്രധാന പ്രതികളായി. ഇവരാണ് ഇത് ചെയ്യിച്ചതെന്ന് പറഞ്ഞിട്ട്, ചെയ്തവരായാലും വലിയ കുറ്റമാണ് ചെയ്യിച്ചവർക്ക്. അതുകൊണ്ട് ആ കേസ് കോടതിയിലായി. ആ കോടതിയിൽ ഇവരെ രണ്ടുപേരും ശിക്ഷ വന്നു. ഇപ്പോൾ രണ്ടുപേരും ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സിനിമയിലേക്കുള്ള
ആ ഒരു അഭിനയം പോയി. പവിത്രയുടെയും സ്വപ്നങ്ങളെല്ലാം കെടുത്തു. അതുപോലെ തന്നെ ദർശൻ രാമനിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ലൊരു കുടുംബം കിട്ടി, നല്ലൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. ആ പെൺകുട്ടിയുടെ കുടുംബക്കാരെ എതിർത്തിട്ട് പോലും അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് ആ കുട്ടീനെ കല്യാണം കഴിച്ചു. അതിലൊരു കുട്ടിയായി കഴിഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പിന്നെ ആ കുട്ടിക്ക് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാനും പറ്റില്ല. അവരെ മുഖത്ത് കരിവാരി തേച്ചു, അങ്ങോട്ടും ചെല്ലാൻ പറ്റില്ല. ഒരാൾ സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു. അപ്പോൾ അത് ദൈവം കൊടുത്ത ഒരു ശിക്ഷയാണ് ഈ നമ്മുടെ ദർശന് കിട്ടിയത്. ഇതാണ് നമുക്കിതിൽ പറയാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ ചെയ്തത് താൻ അനുഭവിക്കും. ഇത്രയാണ് നമ്മൾ പറയാനുള്ളത്. അതെല്ലാം നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് തീർത്തിട്ട് നമ്മൾ ദൈവം തിരിച്ചു വിളിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുനർജന്മം തരണോ അല്ലേ ഇവന് പോലെ കാളയെ പുറത്താക്കി വിടണോ എന്നൊക്കെ ചിന്തിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലത് മാത്രം ചെയ്യുക, കുറ്റകൃത്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നല്ലതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒരു സുഹൃത്താണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു കമൻറ്റ് ഇടാൻ തോന്നുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗൈസ് നമസ്കാരം, ബൈ.